കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തേങ്ങയില്ലാതെ അടിപൊളിയായ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് ചോറിനും പൊറോട്ടക്കും ചപ്പാത്തിക്കും കൂടാതെ എല്ലാത്തിനും കോമ്പിനേഷനായി പറ്റുന്ന ഒരു കിടുകാച്ചി ചാറ് കറിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. മീൻകറി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ഉള്ളി, ഇത് നമ്മൾ അധികം വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക്. ഈ ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 വലിയ തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് ഉടയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയാൽ മാത്രം മതി. ഇത് ചെറുതായി ഒന്ന് വാടി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ തക്കാളിയെല്ലാം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. മുളക് പൊടി കൂടിയാൽ ഇങ്ങനെ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും അധികം കൂട്ടാൻ പാടില്ല. പൊടികളെടുത്തിട്ട് ഞാനൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ആ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ. ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് നമുക്ക് ചൂടാറാൻ വെക്കാം. ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അങ്ങനെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് കറി തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് ഇത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു കറിയിലേക്ക് കടുക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഉലുവൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച നമ്മുടെ അരപ്പ്. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഞാനിത് മാന്ത മീനാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാനെന്നറിയില്ല. ഇത് വലിയ മാന്തലാണ്. ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തതാണിത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു കറിയിലേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ മീൻ കഷ്ണങ്ങൾ വേവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ചു. അങ്ങനെ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നല്ല അടിപൊളി ചാറോട് കൂടിയ, അതും തേങ്ങ അരക്കാത്തൊരു കറിയാണിത്. നല്ല ടേസ്റ്റാണ്. എല്ലാതും ചോറ് മാത്രമല്ല, നിങ്ങൾക്ക് ഇത് എല്ലാത്തിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കല്ലേ. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ.